നമുക്ക് വേറെ ആളെ നോക്കേണ്ടി വരും. എവിടെയോ കണ്ടിട്ടുള്ളത് തന്നെ. ഞാൻ ഉണ്ണീഷ്ണേ, ഇവിടത്തെ പൂജാരിയാ. അതെ, അറിയാത്തോണ്ടാണ്. അത് തന്നെ കാര്യം. നല്ല ബെസ്റ്റ് ഐശ്വര്യടാ. കൂടെ ഇരുന്നടാ. അവന്റെ തിരുമോടെ ഞാൻ കാണുന്നുണ്ട്. എന്താണ് ചായ ഉണ്ടവര് മാത്രമല്ല, കടുപ്പത്തിലൊന്നും തപോവനോന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്തോന്നു പട്ടിക്ക് വഞ്ചിക്കട വേറെ ആളെ ഇടിച്ചവന്റെ കണ്ടതാണ് വർക്കിച്ച സിംഹത്തിന്റെ താടിയിലൊരച്ച നിങ്ങളെ വീടി കത്തിച്ച പുള്ളി ആ അവിടെയുള്ള ഏതൊരു ഡൈനിങ് ടേബിളിന്റെ കൊട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. ഞാനത് എടുക്കാൻ പോയി. ആ കൊട്ടയിൽ ഒരു കുന്തം ഉണ്ടായില്ല. ഞാനാണോ മാറി കള്ളം പറയണത്? ഒറ്റ കള്ളം പറയണ. ഇന്നലെ വൈകുന്നേരം ഒരു 6-6:15 അവിടെ നിൽക്കുന്നുണ്ട്. നിന്റെ പേരെന്താ? പ്രശാന്ത്. ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. TV തിരിച്ചു വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. 1 മിനിറ്റ് പോലെ പ്ലീസ്. ഫർദറായിട്ട് എന്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും സാറിനെ വിളിച്ചാൽ മതി. പിന്നെ സാറുമാരുടെ വീടുകളിലും അസോസിയേഷനിലേക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. നമുക്കൊരു റീസണബിൾ റേറ്റിലൊക്കെ ചെയ്യാം. എനിക്കറിയില്ല, ഒരാള് ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഏതാള്? എനിക്കറിയില്ല മാഡം. കണ്ടിട്ടൊരു ഗൾഫ് നമ്പർ പോലെ തോന്നി. 4-2 ഒരു 0. ഗുഡ് മോർണിംഗ് സാറേ. ഇപ്പോൾ ഐലൻഡ് പോലീസിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവിടെ കായലില് പോളേക്കുരുങ്ങ നിലയിൽ ഒരു ബോഡി കണ്ടിട്ടുണ്ട്. ഉത്തര മലബാറില് ജനസംഖ്യയില് 2ാം സ്ഥാനത്താണ് തലശ്ശേരി. മുനിസിപ്പാലിറ്റിയും ചുറ്റുപഞ്ചായത്തും എല്ലാം കൂടി 2 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഒരു 10 മണിക്ക് എത്തിയേക്കാന്ന് പറഞ്ഞു. രാഷ്ട്രീയക്കാരല്ല സാറേ, സമയമൊക്കെ കണക്കാ. അളിയനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട്. അവനും അങ്ങനെ ഒരു കാര്യത്തിന് നിൽക്കുന്നുണ്ടാ. നിന്നോട് ഞാൻ ഇതിൽ ഫുൾ ടൈം ഡീസൽ അടിക്കാൻ പറഞ്ഞാ, എന്നിട്ട് അടിച്ചാ. ഡീസലോ? അപ്പൊ ഈ വണ്ടി പെട്രോൾ അല്ലേ? പെട്രോളോ? നിന്റെ പൊട്ടൻ കളിക്കുന്ന ജോസ് ഓഫ് ചെയ്യണത് എന്നാ ഉണ്ടാക്കണ ബുദ്ധിമാനെ. പൊട്ടൻ നിന്റെ അച്ഛൻ മാറ്റണ. ഹാർമോണിയം വൈകാതെ ആരെങ്കിലും ഓഫ് ചെയ്യണം. ഓഫ് ആക്കാൻ പറ്റില്ല. ഇനി ഇത് തീർന്നിട്ട് വിട്ടാ മതി കേട്ടോ, അല്ലെങ്കിൽ നല്ല ഇടി വെച്ചു കൊടുത്തോ. എന്റെ വയറ്റിപ്പിഴപ്പാ സാർ. അളിയ, ഇതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ബാക്കി വഴി ഉണ്ടാക്കാം. ഞാനല്ലേ പറയണേ.